Hey guys, welcome to my channel Scottish Girl. ഇന്ന് നമുക്ക് ഒരു ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ ജേർണൽ ചെയ്യാം. ജേർണൽ വിത്ത് മീ ആണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. ഗ്രാബ് യുവർ സ്നാക്ക്, ഗ്രാബ് യുവർ ഡ്രിങ്ക് ആൻഡ് യുവർ ജേർണൽ വിത്ത് സം കളേഴ്സ്. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ജേർണൽ ചെയ്യാം. ഇത് മെയിൻലി ഒരു സെൽഫ് കെയർ ജേർണലാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ എന്നാണ് പറയുക. ഇത് ഹൈലൈറ്റ്സ് ഓഫ് ദി ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ അന്ന് നടന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ അന്ന് അതിനെപ്പറ്റി ഓർത്ത് എഴുതാന്നുള്ളതാണ്. ഓരോ ദിവസത്തിനും ഓരോ കോളംസ് ഉണ്ടാവും. അതിങ്ങനെ ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയി ഗൈസ്. പക്ഷേ ഞാൻ വരെ എത്തിയപ്പോൾ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഡേ എഴുതി അതിൻ്റെ മുകളിൽ കൂടെ ബ്രഷ് പെൻ വരച്ചതാണ് ഗൈസ്. എന്തായാലും എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം കീറിക്കളയാൻ എനിക്ക് തോന്നി. ബട്ട് ഞാൻ കീറിക്കളഞ്ഞില്ല ഗൈസ്. പണ്ടൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കീറിക്കളയാൻ ആളാണ്. പക്ഷേ ഞാൻ ജേർണലൊക്കെ ചെയ്ത് കുറച്ച് ക്ഷമയും നന്നാവലൊക്കെ പഠിച്ചത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് കീറിക്കളഞ്ഞില്ല. കുറച്ച് അപാകത ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഞാൻ അടുത്ത സ്റ്റെപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. കറക്റ്റ് 30 ഞാൻ ഡിവൈഡ് ചെയ്ത് 15 31 ദിവസം അടിയിലൊരു ഒന്നും കൂടെ ഇട്ട് കൊടുത്തു. എൻ്റെ ഒരു കണക്കുകൂട്ടിൽ അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നമ്പർ ഇട്ട് വന്നപ്പോൾ ഗൈസ് എനിക്ക് 31 കിട്ടേണ്ട സാധനം എനിക്ക് കിട്ടിയത് 29 ആണ്. അതെങ്ങനെ 31 29 ആയെന്ന് എനിക്കറിയില്ല. എണ്ണിയതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തെ 2 സൈഡിൽ കുറച്ച് സ്പേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പേസിൽ ഞാൻ 30 31 എഴുതി. മുകളിലും കുറച്ച് സ്പേസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓർഡറിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ 30 31 എഴുതിയത്. എന്താണെന്നറിയില്ല, ഇന്നത്തെ ജേർണൽ ഫുള്ള് ഡിസാസ്റ്ററായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയോ ഞാനത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. മുകളിലത്തെ സ്പേസ് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കണ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഡോണ്ട് ഫോർഗെറ്റ് ടു റിമെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ബോർഡർ ഭയങ്കര പ്ലെയിനായി കിടക്കണ പോലെ, ഒന്നും അധികം ഇല്ലാത്ത പോലെ. അതുകൊണ്ട് നമുക്ക് ഒരു ഫ്ലവർ വരയ്ക്കാം. ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലീഫൊക്കെ ആയിട്ട് ഒരു സ്റ്റെമ്മൊക്കെ ആയിട്ട് അങ്ങനെയായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ ഗൈസ് ഞാൻ ഇപ്പോൾ ചെയ്യണ മിക്ക ബുള്ളറ്റ് ജേർണൽസ് സെൽഫ് കെയർ ജേർണൽസും ഇപ്പോൾ യെല്ലോ ആണ്. ഞാൻ ഈ ഒരു ഓഗസ്റ്റ് മന്ത് ഫുള്ളൊരു യെല്ലോയിഷ് തീമായിട്ടാണ് പിടിക്കുന്നത്. നെക്സ്റ്റ് മന്ത് ഉറപ്പായിട്ടും ഞാൻ പേസ്റ്റൽ പിങ്ക് തന്നെയായിരിക്കും മിക്കത്. എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. കാരണം നെക്സ്റ്റ് മന്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമുക്ക് അന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഓരോ ദിവസത്തെ ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങണം. എഴുതിയതൊക്കെ ലേറ്റാണ്, എന്നാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്ത സപ്ലൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.